തോറ വിശദീകരിക്കുകയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു പറയുന്നു, തോറയിൽ 6ാമത്തെ നിയമമായിട്ടുണ്ടല്ലോ കൊല ചെയ്യരുത്. എന്നാൽ ഞാൻ പറഞ്ഞു കോപിക്കാൻ പോലും പാടില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? തോറയിലെ കൊല ചെയ്യരുത് എന്നുള്ള നിയമം പഠിക്കണം, അല്ലെ? ഫസ്റ്റ് അത് പഠിക്കണം. അപ്പൊ തോറയിൽ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ നിയമം ആരൊക്കെയാണ് ബാധകം? ആരും ആരെയും കൊല്ലാൻ പാടില്ല എന്നാണോ തോറയുടെ കൽപ്പന 6ാം നിയമത്തിൽ? അല്ല. കാരണം അതേ തോറയിലെ തന്നെ നിയമമാണ് ബഹുദൈവ വിശ്വാസത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചാൽ അവനെ കൊല്ലണം, വ്യഭിചാരിയെ കൊല്ലണം, കൊലപാതകനെ കൊല്ലണം, ജ്യോത്സ്യനെ കൊല്ലണം, മന്ത്രവാദിയെ കൊല്ലണം. ഒരു കാള കുത്തുമെന്ന് അറിഞ്ഞിട്ട് ആ കാളയെ അഴിച്ചുവിട്ട് കാള പോയി ഒരാളെ കുത്തിക്കൊന്നാൽ ആ കാളയും കൊല്ലണം, ഉടമസ്ഥരെയും കൊല്ലണം. പ്രകൃതി വിരുദ്ധ ലൈംഗികത ചെയ്താൽ അവനെ കൊല്ലണം. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന മുഴുവൻ പുരുഷന്മാരെ വാളുകൊണ്ട് കൊല്ലണം. ഇല്ല എങ്കിൽ അവൻ നീയുമായി സഹവസിച്ച് എന്ത് ചെയ്യും? അവൻ നീയുമായി സഹവസിച്ച് അവന്റെ വിശ്വാസപരമായ മ്ലേച്ഛതകൾ നിന്നെയും പഠിപ്പിക്കും. ലാസ്റ്റ് നീയും ദൈവത്തിന് മുമ്പിൽ വെറുക്കപ്പെട്ടവനായിത്തീരും. അതുകൊണ്ട് പുരുഷന്മാരെ കിട്ടിയാൽ തട്ടിയേക്കണം, വാളുകൊണ്ട് കഴുത്തിന് വെട്ടിയേക്കണം. യഹോവയുടെ നിയമമാണ്. ആ യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്നാണ് ക്രൈസ്തവ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത്. ഇനി വിശ്വസിക്കുന്നില്ല, യഹോവ യേശു ആണെന്ന് വിശ്വസിക്കുന്നില്ല. ക്രൈസ്തവ സമൂഹത്തെ പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകൾ, അതാണ് ഞാൻ മുൻപ് സംസാരിക്കാൻ പോയത്. ത്രിയേക ദൈവവിശ്വാസം, ഇത് നിലവിൽ ഈ പറഞ്ഞ വിഷയത്തിന് തടസ്സം വരരുത്. രണ്ടാമത് ചോദ്യം ചോദിച്ചു. ഇല്ലില്ല, ഇതിലേക്ക് വരുന്നത് തൃത്വവിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമല്ല ബൈബിൾ അനുസരിച്ച്. താങ്കൾ ഇവിടെ പറഞ്ഞത് 100% സത്യമാണ്, ശരിയാണ്. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പറഞ്ഞത് ബൈബിൾ വിശ്വാസത്തിന്റെ ആധാരം തന്നെയാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതും അങ്ങ് പറഞ്ഞ 100% സത്യമാണ്. ഞങ്ങൾ വിയോജിക്കാവുന്ന മേഖലകൾ വിയോജിക്കും, സത്യം പറഞ്ഞാൽ സത്യമാണെന്ന് പറയും. ബൈബിൾ ഒരിടത്തും ത്രിയേക ദൈവം എന്ന് പറയുന്ന പരാമർശമില്ല. പിതാവായ ഏകദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞ ദൈവം ഉള്ളുന്ന ഉവെന്ന് പറഞ്ഞ ഉവെന്ന് തന്നെ അർത്ഥം. അതിൽ ആര് വ്യാഖ്യാനിച്ചാലും, മുൻപ് വീഡിയോ ക്ലിപ്പിൽ ജെറിയെ കാണിച്ചു, ജെറി വ്യാഖ്യാനിച്ചാലും അത് തൃത്വമാകത്തില്ല. അതുകൊണ്ട് ത്രിയേക ദൈവം എന്ന് പറയുന്ന ദൈവം ഭൂമിയിലില്ല. പിതാവായ ഏക സത്യ ദൈവം മാത്രമേ ഉള്ളൂ. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. സുഹൃത്ത് ശരിക്കും പറഞ്ഞാൽ വിഷയം അവതരിപ്പിച്ച ഞങ്ങളെ വളരെയധികം സന്തോഷത്തിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇത്രയും നേരം സംസാരിച്ചു എന്റെ ആദ്യത്തെ സെക്ഷൻ സുഹൃത്ത് അതിനു മുമ്പ് തന്നെ താങ്കൾ അത് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് താങ്കളുടെ ഈ തുറന്നു പറച്ചിൽ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് പൂർണ്ണമായ ഹിദായത്തിൽ താങ്കളെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ വാക്കുകൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. വിഷയത്തിലോട്ട് വരികയാണ്. താങ്കൾ പക്ഷേ ആദ്യം പറഞ്ഞത് താങ്കൾ ബിഷപ്പ് ഹൗസിനെ പ്രതിനിധീകരിച്ച് വരുന്നു എന്നാണ്. ബിഷപ്പ് ഹൗസിൽ സ്വാഭാവികമായിട്ടും ത്രിയേകത്വം ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അല്ലാത്ത ഒരു ബിഷപ്പ് ഹൗസ് ആണോ അത്? എങ്കിൽ ആ ബിഷപ്പ് ഹൗസിന്റെ പേരൊന്ന് പറയാമോ? CSI സഭ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇത് നിഖ്യാവിശ്വാസ പ്രമാണം എന്ന് പറയുന്നുണ്ടെങ്കിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സഭയാണ്. CSI സഭ വിഗ്രഹാരാധനയോ രൂപാരാധനയോ അംഗീകരിക്കുന്നില്ല. CSI സഭയിൽ ഒന്നിനെയും വണങ്ങാറില്ല. CSI സഭ പിതാവായ ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുത്രത്വത്തെ സഭ അംഗീകരിക്കുന്നു. അത് സംബന്ധിച്ച് ഡിബേറ്റ് നമുക്ക് നടത്താൻ തയ്യാറാണ്. എന്നാൽ യേശു ക്രിസ്തു യഹോവയോ യേശു ക്രിസ്തു അല്ലാഹുവോ അല്ല, അത് സഭ അംഗീകരിക്കുന്നില്ല.